ദ മാർവൽസ് OTT റിവ്യൂ ആണ്. കാരണം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല, OTTയിലാണ് കണ്ടത്. തിയേറ്ററിൽ സിനിമ റിലീസായ 2ാമത്തെ ദിവസം ഞാൻ സിനിമ കാണാനായിട്ട് ചെങ്ങന്നൂർ സിനിമാസിൽ പോയി. ആളില്ലാത്തതുകൊണ്ട് സിനിമ ഇട്ടില്ല. ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആകെ 2 പേരേ ഉള്ളായിരുന്നു സിനിമ കാണാനായിട്ട്. അപ്പം ഷോ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇനിയിപ്പോൾ ഇത് തിയേറ്ററിൽ പോയി കാണുന്നില്ല, ഇത് OTT വന്നിട്ടേ കാണുന്നുള്ളൂ. അത്രയും ഫ്ലോപ്പ് ആവും അല്ലെങ്കിൽ ഇത്ര റിവ്യൂ ഇല്ലാത്തൊരു സിനിമ 2ാമത്തെ ദിവസം ആളില്ലെങ്കിൽ പിന്നെ അത് തിയേറ്ററിൽ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അതിപ്പോൾ എത്ര മാർവൽ ഫാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഇത് OTTയിൽ വരുമ്പോൾ കാണാമെന്നും തോന്നി. അങ്ങനെ OTT വരാനായിട്ട് വെയിറ്റ് ചെയ്തു. OTTയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അന്ന് തിയേറ്ററിൽ പോയി കാണാഞ്ഞത് വളരെ നന്നായതാണ്. കാരണം അന്ന് ആ ഒരു തിയേറ്ററിൽ പോയി 1.5 മണിക്കൂർ ഇരുന്ന് ഇത്ര ബോറിംഗ് ആയിട്ടുള്ള ഒരു മാർവൽ സിനിമ കാണുമ്പം അതിപ്പോൾ ഏതൊരു മാർവൽ ഫാനും ഉണ്ടാകുന്നൊരു ഫീലുണ്ട്. അത് ഉണ്ടായില്ലല്ലോ എന്നൊരു സന്തോഷം എനിക്കിപ്പോൾ ഉണ്ട്. കാരണം പല സിനിമകൾ ഇപ്പോൾ ഫേസ് 4 ഫേസ് 5 പല സിനിമകളും കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവറേജിൽ താഴെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും അതപ്പതിച്ചൊരു സിനിമ, ഇത്രയും വേസ്റ്റ് ആയിട്ടൊരു സിനിമ മാർവലിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇല്ല. മാർവലിൻ്റെ ഏത് സിനിമകൾ എടുത്ത് നോക്കിയാലും ഈ സിനിമയെക്കാളും ബെറ്റർ ആയിരിക്കും. അത്രയ്ക്ക് അതപ്പതിച്ചൊരു സിനിമ. അതിപ്പം സ്റ്റോറി ആയാലും മേക്കിംഗ് ആയാലും എല്ലാം കൊണ്ടും. കാരണം ഇതിനകത്ത് എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മാർവൽ പോലെ ഇത്രയും പവർഫുള്ളായിട്ടൊരു സൂപ്പർ ഹീറോ, അത്രയും വലിയൊരു ക്യാരക്ടർ, അതായത് എൻഡ് ഗെയിമിലൊക്കെ ആ ഒരു ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒരു ഇൻട്രോ സീനൊക്കെ ഉണ്ട്, ഒരു സെക്കൻഡ് ഇൻട്രോ സീനൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ അത് അഡ്രിനൽ റഷ് വന്നിരുന്ന ആ ഒരു ക്യാപ്റ്റൻ മാർവൽ ഇത് ഒരു കുട്ടിക്കളിയാക്കി എന്നുള്ള, നമ്മളിപ്പം ഡിസ്നി പല ഫെയറി ടെയിൽ സിനിമകൾ കാണുന്ന രീതിയിലേക്ക് മാർവൽ സിനിമ പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. അതാണ് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും ബോറ് സിനിമ. ഇതിലും ബോറായിട്ടൊരു മാർവൽ സിനിമയെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ തുടങ്ങുന്നത് മിസ് മാർവലിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്നുണ്ട് കാരോൾ ഡെൻവറും കമാല ഖാനും തമ്മിൽ പ്ലേസ് സ്വിച്ച് ആവുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള കണക്ഷൻസ്, ഈ 3 സൂപ്പർ ഹീറോസ് കമാല ഖാൻ, കാരോൾ ഡെൻവർ, മോണിക്ക റാംബോ, അപ്പോൾ ഇവർ 3 പേരും കൂടിയുള്ള കണക്ഷൻ, ഇവരുടെ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഇവർ തമ്മിലുള്ള ഒരേ സെയിം വേയിലുള്ള പവറാണ് ഇവർക്ക്, അതായത് കോസ്മിക് പവറാണ് ഇവർ 3 പേരും യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു പ്ലേസ് സ്വിച്ച് ആവുന്നത്, അത് എന്തുകൊണ്ടാണെന്നൊക്കെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ക്യാപ്റ്റൻ മാർവലിൻ്റെ വേറൊരു സൈഡ്, അതായത് എർത്തിലല്ലാതെ പല യൂണിവേഴ്സുകളിലും ക്യാപ്റ്റൻ മാർവൽ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്, ഡാർക്ക് സൈഡ് കാണിക്കാനൊക്കെ ആയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഒന്നും വർക്കൗട്ടായില്ല. ഇതിനകത്ത് ഒരു സീൻ പോലും വർക്കൗട്ടായില്ല എന്നുള്ളതാണ്. തുടക്കം തൊട്ടുള്ള ഒതുക്കം വരെ എനിക്ക് ഇത് കാണുന്ന സമയത്ത് ചിരി വരികയാണ്. അതിൽ ഏറ്റവും ബോറിങ് കമാല ഖാൻ. എൻ്റെ പൊന്നോ ഭയങ്കര വെറുപ്പീരാണ് കേട്ടോ. ആ മിസ് മാർവൽ എന്ന് പറയുന്ന ക്യാരക്ടറേ ഭയങ്കര വെറുപ്പീരാണ്. ഒരു തരത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സൂപ്പർ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം മിസ് മാർവൽ. പക്ഷേ ആ ഒരു മിസ് മാർവലിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടപ്പോൾ ഞാൻ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് എനിക്ക് പിൻവലിക്കേണ്ടി വന്നു. അത്രയ്ക്ക് അറുബോറാൻ ക്യാരക്ടറാണ്. മൊത്തത്തിൽ ഒരു ഫെയറി ടെയിൽ സിനിമയായിട്ട് ഒരു കുഞ്ഞു പിള്ളേർക്ക് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഒരു സിനിമ. അതിൽ കൂടുതൽ ഒരു ട്രൂ മാർവൽ ഫാൻ ഈ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഒന്നും ഇല്ല ഇതിനകത്ത്. പ്രത്യേകിച്ച് ഇതിപ്പോൾ മേ ബി ഒരു പുറത്തുനിന്നുള്ള ഒരാൾ, അതായത് മാർവൽ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്ന് കണ്ടാൽ പോലും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് പാട്ട് ഒരു യൂണിവേഴ്സ് കാണിക്കുന്നത്, സോങ് വെച്ചുള്ള സോങ് വെച്ചാണ് അവർ സംസാരിക്കുന്നത്. അതൊക്കെ എന്ത് ബോറിങ്ങാണോ അറിയോ. അതായത് സ്കിപ്പ് ചെയ്യേണ്ട ഈ ഒരു സിനിമ കണ്ടു തരാം. സാധാരണ നമ്മളിപ്പോൾ എത്ര ബോർ സിനിമയായാലും മാർവലിൻ്റെ സിനിമ സ്കിപ്പ് ചെയ്യാതാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സിനിമ ഞാൻ സ്കിപ്പ് ചെയ്താണ് കണ്ടത്. പല സീനുകളും ബോറായതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. അത് തന്നെയാണ് ഒരു സിനിമ മോശമാണ് എന്നുള്ളതിൻ്റെ. നമുക്ക് അത് ഇവിടെ നിന്ന് കാണുമ്പോഴേ നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നു, ഉറക്കം വരിക, ഇതൊക്കെ കാണാം. അത് 1.25 മണിക്കൂറുള്ളൊരു സിനിമയാണെന്ന് ഓർക്കണം. അപ്പം ഹാല എന്ന് പറയുന്നൊരു യൂണിവേഴ്സ്, അവിടെയാണ് ഈ ഒരു ക്യാപ്റ്റൻ മാർവൽ പോയിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. അവരുടെ യൂണിവേഴ്സിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പം ഡാർബൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സുപ്രീം ലീഡറായിട്ടുള്ള ക്യാരക്ടർ വരുന്നു. ഈ ഒരു ബാഗിൽ, അതായത് മിസ് മാർവലിൻ്റെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ബാഗിലുണ്ടല്ലോ, ആ ഒരു സാധനത്തിന് വേണ്ടി കോസ്മിക് പവറാണ്. അപ്പം ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ ജം സ്പോട്ടുകളുണ്ട് പല യൂണിവേഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളത്. അപ്പോൾ ഇവർ ഓരോ ജം സ്പോട്ടും അവിടെ ഓരോ വലിയ ഒരു വാം ഹോൾ പോലെ ആക്കുക. ഇവർക്ക് വേണ്ട എനർജി പല യൂണിവേഴ്സിൽ നിന്ന് എടുക്കുക. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോകുന്നു. ഈ ഒരു പവർ വേരിയേഷനാണ് ഇവർക്ക് 3 പേർക്കും ഉണ്ടാകുന്ന പ്രശ്നം. അതായത് ഇവർ 3 പേര് ഈ ഒരു കോസ്മിക് പവറിൽ തൊടുന്നു. ഈ 2 പേര് തൊടുന്നു, ക്യാപ്റ്റൻ മാർവലും ക്യാപ്റ്റൻ റാംബോയിലും തൊടുന്നു. ഇപ്പം കോസ്മിക് പവറുള്ള ആ ഒരു ബാങ്കിൽ മിസ് മാർവലിലേക്ക് കിടക്കുന്നുണ്ട്. മിസ് മാർവൽ എപ്പോൾ ഈ ഒരു പവർ യൂസ് ചെയ്താലും ഈ ഒരു സാധനം ഇവർ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ട് പവർ യൂസ് ചെയ്യുമ്പോൾ സ്വിച്ച് ആയിക്കൊണ്ടേയിരിക്കും പ്ലേസസ്. അങ്ങനെ പോകുന്നു. ഇവർ ഓരോ യൂണിവേഴ്സിൽ പോകുന്നു. ഇതിനിടയ്ക്ക് നിക് ഫ്യൂറി ഈ കമാല ഖാൻ്റെ ഫാമിലിയെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ സ്പേസിൽ വെച്ചുള്ള കുറേ തമാശ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം കാണിക്കുന്നു. എൻ്റെ പൊന്നോ, എന്ത് വൃത്തിയുള്ള സാധനം അറിയോ. ഇത്രയും ബോറായിട്ടുള്ള ഒരു സിനിമ, മാർവൽ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഇനി കാണാനും പോകുന്ന എനിക്ക് തോന്നുന്നില്ല.
ഈ സിനിമയൊക്കെ മേക്ക് ചെയ്ത സമയത്ത് ഇവർക്ക് എന്ത് തോന്നിക്കാണും, ഇത് സൂപ്പർ ഹിറ്റാകും എന്നാണ് ഇത് തോന്നിയത്. എനിക്കൊന്ന് ഗ്രോസ് ടോട്ടൽ, അതായത് ഫ്ലാഷിനേക്കാളും ഒരു ഗ്രോസ് ടോട്ടൽ കുറവ് കിട്ടിയ സിനിമയാണ് മിസ് മാർവൽ. ഇതെങ്ങനെ ഓടാനാണ് ഈ സിനിമയൊക്കെ? 1.25 മണിക്കൂറുള്ളൊരു സിനിമ, നമ്മൾ 3 മണിക്കൂറോ 4 മണിക്കൂറുള്ള സിനിമകളൊന്നും സ്കിപ്പ് ചെയ്ത് കാണും, അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെങ്ങനെ 1.25 മണിക്കൂർ ഞാൻ കണ്ടു നിർത്തുന്നറിയില്ല. ഈവൻ ഒരു ക്രെഡിറ്റ് സീനെങ്കിലും നല്ലതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ഇത് ക്രെഡിറ്റ് സീനിൽ വരെ എന്തൊക്കെയോ ഇവരെന്തോ, ഓക്കെ ഇതിപ്പം ഫെമിനിൻ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നതിലൊന്നും നമുക്ക് പ്രശ്നമില്ല, പക്ഷേ നല്ലൊരു സ്റ്റോറി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നല്ല സൂപ്പർ ഹീറോസ്, അതിപ്പം ഫെമിനിൻ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഗേൾ പവർ എന്നുള്ളതാണ് ഇവർ കാണിക്കുന്നത്. ഫെമിനിൻ എന്താ ഡെവലപ്മെൻറ്റ് എന്നുള്ള സാധനങ്ങളൊക്കെയാണല്ലോ. അപ്പം അത് നമ്മളുടെ എൻഡ് ഗെയിമിൽ ഒരു കിടിലൻ സീനൊക്കെ ഉണ്ട്. അതായത് ബ്ലാക്ക് ഗുഡ അല്ല, ബ്ലാക്ക് ഗുഡയാണോ? അതെ, ബ്ലാക്ക് ഗുഡയെ രക്ഷിക്കാനായിട്ട് വാണ്ട വരുന്നൊരു സീനുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വരുന്ന സീൻ. അതൊക്കെയാണ് വിമൺ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ഇത് ചുമ്മാ എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുത്തിട്ട് പോവാന്നുള്ള, അതായത് പണി അറിയാത്തത് കൊണ്ടോ നല്ല സ്റ്റോറി ഇല്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല, വയ്യ. പച്ച മലയാളത്തിൽ പറഞ്ഞ കുഴപ്പമായതുകൊണ്ട് തന്നെയാണ് മാർവൽ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ 150 രൂപ പോവുകയും ചെയ്യും. നമുക്ക് മനസ്സുകൊണ്ടൊരു അത്രയും വിഷമമാവും. നമ്മൾ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു യൂണിവേഴ്സിൽ നിന്ന് ഇത്രയും ബോറൻ സിനിമ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വിഷമമാണ്. ലോക്കി പോലുള്ള സീരീസുകൾ ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞതുകൊണ്ടൊന്നും അല്ലല്ലോ, അത്രയും കിടലൻ സാധനം ചെയ്യാൻ സ്റ്റോറി ഉണ്ട്, സ്റ്റോക്കുണ്ട്. എന്നിട്ടും പിന്നെ എന്തിനാണ് ഇത്രയും ബോർഡ് സാധനങ്ങൾ? അതിൻ്റെ ക്ലൈമാക്സിൽ കേറ്റ് ബിഷപ്പിനെ കാണിക്കുന്നുണ്ട്. നമ്മളുടെ കേറ്റ് ബിഷപ്പിനെ അറിയാലോ, മറ്റേ ആരോ ഹോക്കയുടെ കൂടെ നടക്കുന്ന കൊച്ച്. അതായത് ഈ മിസ് മാർവൽ, കമാല ഖാനും ഇവരെല്ലാം കൂടെ പിള്ളേരുടെ ഒരു ടീം രൂപീകരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. എന്തിന് ഉള്ള കഥ നേരെ കൊണ്ടുപോകാന്നുള്ളൂ, ആ ഫാൻസിന് വേണ്ടത് കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ഇങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെയാണ്. ഇത്രയും ബോറായിട്ടൊരു സിനിമ ചെയ്യരുത്. മാർവലിനോടൊരു റിക്വസ്റ്റാണ്, ഇനിയെങ്കിലും പ്ലീസ് ചെയ്യരുതെന്നാണ്. ഇത്രയും ഞാൻ അടുത്തടുത്ത് പറഞ്ഞത്രയാണ്, ഇത്രയും ബോറായിട്ടുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല മാർവലിൻ്റെ. അപ്പം ഇതാണ് OTT കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഫീലിംഗ്. അപ്പം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിലോ? അപ്പോൾ നിങ്ങൾ പോയി കാണുക, OTT പോയി കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഫ്രസ്ട്രേഷനാണ് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നുള്ളത്, അത് നമുക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.